ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇതൊരു കുട്ടി വ്ളോഗാണേ. തുടക്കം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലാഗൊക്കെ വരും കേട്ടോ. നിങ്ങളതൊന്ന് ക്ഷമിച്ച് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത് കുറച്ച് ചീര വീട്ടിലുണ്ടായതാണ്. ഒരിത്തിരി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്തേ, വെറുതെ കളയാൻ മനസ്സ് വന്നില്ല. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. ഇത് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. ഇന്ന് കൃഷ്ണ തുളസിയിലായിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. ചിലപ്പം ഗ്രാമ്പൂ ഞവരെല്ലാം അങ്ങനെയൊക്കെ ഇട്ട് തിളപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക ഇളക്കണം, മീൻ കറി വെക്കണം, മീൻ പൊരിക്കണം, ഒരു കുട്ടി ചീര തോരൻ ഉണ്ടാക്കണം കേട്ടോ. മീനൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നുണ്ട്. ഒരല്പം എളുപ്പം ഉണ്ടായിരുന്നേ. പെട്ടെന്ന് ശടപടേന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇപ്പോൾ കഴുകി ചീരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരിത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് എന്നിട്ട് മീനിന് വേണ്ടിയിട്ട് മുളകൊക്കെ ഒന്ന് വറുത്ത് വെക്കാൻ കരുതി. മുളക്, മല്ലി, മഞ്ഞൾ, ഉരുവാപ്പൊടിയൊക്കെ കൂടി ഒന്ന് വറുത്ത് വെച്ചോട്ടോ. അപ്പോൾ മീനിൻ്റെ സമയമാകുമ്പോഴത്തേനും അതൊന്ന് തണുത്ത് കിട്ടും. അതിനുശേഷം ചക്ക എപ്പോഴും കുക്കറിലാണ് വെക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട്, കരിവേപ്പില ചിലപ്പോൾ ഇട്ട് അരയ്ക്കാറുണ്ട്, ചിലപ്പം അല്ലാണ്ട് ചക്കയിലേക്ക് നുള്ളി ഇടാറേ ഉള്ളൂ. അതൊന്നും ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അരച്ചെടുത്തായിരുന്നേ. ആ നേരം കൊണ്ട് മീൻ പൊരിക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് മീനൊന്ന് നിരത്തി കൊടുത്തായിരുന്നു. അരച്ചരപ്പ് കുക്കറിൽ വെച്ച് ചക്കയിലോട്ടൊന്ന് ഒഴിച്ച് കരിവേപ്പിലയും പിച്ചിട്ട് കൊടുത്തായിരുന്നേ. പിന്നീട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുലുക്കി അടച്ച് അതും ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അത് രണ്ടും ഒരു സൈഡിലേക്ക് ഇരുന്ന് വേവും കേട്ടോ. ഇത്ര ആയപ്പോഴത്തേന് തന്നെ മീൻ ഒരു സൈഡ് ഒന്ന് പൊരിഞ്ഞായിരുന്നു. അതിനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അടുത്ത് ചീര വെച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് ശരിയാക്കുവാണ്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരിത്തിരി മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് അരച്ച് വെച്ചു. ഈ തേങ്ങ പൊടിച്ച് തേങ്ങ വെള്ളം സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പത്തിനരിക്കും ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി നല്ല സോഫ്റ്റ് വെള്ളപ്പം കിട്ടും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അടുപ്പിൽ വെച്ചിരുന്ന കുക്കറിൽ നിന്ന് ചൂളം വിളിക്കാൻ തുടങ്ങി. 2 വിസിൽ കേട്ടപ്പോഴത്തേക്കും തീ അണച്ച് കുക്കർ ഒന്ന് മാറ്റി വെച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ തുറക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുക്കർ തുറക്കുന്നുള്ളൂ. മീൻ ഒന്നും വാർത്ത് കിട്ടിയായിരുന്നു, അതും ഒന്ന് മാറ്റി വെച്ചു. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ചീര ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലയരപ്പ് അതും കൂടെ ഒന്ന് അതിലേക്ക് ഒന്ന് തട്ടി കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിലൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി വെച്ചേക്കുവാണ്. മീനിന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് തേങ്ങ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പൊടി, പുളി, ഒരു ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നരച്ചെടുത്ത് മീനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് അടുത്തേക്ക് വെക്കുകയാണ്. അതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എച്ചിൽ സാധനങ്ങളൊക്കെ ഒന്ന് വാരി മാറ്റി ഒന്ന് നനഞ്ഞ് തുണിയിട്ട് തുടച്ചതിന് ശേഷം ഈ ഒരു ലിക്വിഡ് ഇത് വെറും സാധാരണ വെള്ളം പാത്രം കഴിയുന്ന ലിക്വിഡ്, ഒരു നുള്ളു സോഡാപ്പൊടി, ഒരല്പം വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണത്. അതൊന്ന് തളിച്ചൊന്ന് തുടച്ചെടുത്തു. കുക്കർ ആ നേരം കൊണ്ടൊന്ന് തുറന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് ശരിയാവും. തുടുപ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചക്ക ആയിട്ടുണ്ടേ. കുക്കറിൽ തന്നെ അത് വെച്ചേക്കുവാണ്, വേറെ പാത്രത്തിലോട്ടൊന്നും കോരി മാറ്റണില്ല. അതേ പിന്നെ നമ്മുടെ മീൻ തണുത്തിട്ടുണ്ടായിരുന്നു, അതൊരു പാത്രത്തിലേക്ക് മാറ്റി. തോരനും അതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് മാറ്റി വെച്ചേ. ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ മാറ്റുമ്പോഴത്തേനും നമുക്ക് പിന്നീട് ഒരു പാട് തോന്നൂല കേട്ടോ. ജോലികളൊക്കെ ചെയ്ത് നമുക്ക് കുറേ കഴിയുമ്പോഴത്തേനും നമ്മൾ ക്ഷീണിക്കില്ലപ്പോഴത്തേനും ഈ പാത്രങ്ങളൊക്കെ ഒറ്റ സ്റ്റെപ്പിന് കഴുകി വെച്ചാൽ പിന്നീട് ക്ഷീണമൊന്നും തോന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മീൻ ആ സമയം കൊണ്ടായിട്ടുണ്ടായിരുന്നേ. മീനൊന്ന് വാങ്ങി കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചു. അതപ്പം എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു കേട്ടോ.